പക്ഷെ നമ്മൾ ഈ വീട്ടിൽ വന്നു കയറിയവരാ. ഇവിടെ നിന്ന് തന്നെ പൊരുതണം. അല്ലാതെ വീട് വിട്ടു പോയാലോ പോലീസിൽ പരാതി കൊടുത്താലോ നമ്മുടെ ലക്ഷ്യം നിറവേറില്ല. നമ്മൾ കാരണം ഈ കുടുംബത്തിനൊരിക്കലും ഒരു ദോഷം ഉണ്ടാകരുത്. ഇനിയും വൈകിട്ടില്ല. നമ്മൾ മനസ്സ് വെച്ച് ശ്രമിച്ചാ മായ ഇവിടെ തന്നെ തിരികെ കൊണ്ടുവരാൻ കഴിയും. അതെങ്ങനെ? നമ്മൾ പറഞ്ഞാൽ ഇവിടെ ആര് കേൾക്കാനാ? നമ്മുടെ ആണുങ്ങൾ പോലും നമുക്ക് എതിരല്ലേ. പെണ്ണുങ്ങൾ വിചാരിച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാ മതി. മായയെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് കഷ്ടപ്പാട് സഹിക്കാനും ഞാൻ തയ്യാറാണ്. നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. ആ പാൽക്കാരനെ മലേഷ്യക്കാരാണെന്ന് പറഞ്ഞ് എന്നവൾ നമ്മളെ പറ്റിച്ചോ അതോടെ അവൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലായി. ദേ അവള് പറയുന്നതും കേട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോണ്ടല്ലോ. പാൽക്കാരന്റെ കാര്യത്തിൽ ഞങ്ങളും തെറ്റുകാരാ, സമ്മതിച്ചു. മായയുടെ ജീവിതത്തെ ഓർത്താ അങ്ങനെ ഒരു നാടകം കളിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒന്നും വിശ്വസിക്കില്ല എന്ന് വെച്ചാ കഷ്ടാ. പാവം, സംസാരിക്കാൻ പോലും കഴിയാത്ത കുട്ടി. അവളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ പറയുന്നത് അനുസരിക്കണം.